പല ബിസിനസ്സുകൾ ചെയ്ത് പരാജയപ്പെട്ട ഒരാൾ ഒടുവിൽ ഇനി എന്ത് ചെയ്യണം എന്ന് പിടികിട്ടാതെ ആ നാട്ടിലേക്ക് പുതിയതായി എത്തിച്ചേർന്ന ഒരു യോഗ്യയെ ചെന്ന് കണ്ട് ഉപദേശം ചോദിച്ചു. നീ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ എന്ത് ബിസിനസ് ചെയ്യണം എന്ന് തീരുമാനിച്ചതിലാണ് തെറ്റുപറ്റിയത്. ജനങ്ങൾക്ക് ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണോ, എന്തെല്ലാമാണോ ഉപയോഗിക്കും തോറും തീർന്നു പോകുന്നത്, അത്തരം വസ്തുക്കൾ കൊണ്ടുവന്ന് വെച്ച് വിൽക്കൂ. അതോടെ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരും. 2 മാസം കഴിഞ്ഞ് ഞാൻ ഇതിലെ വരുമ്പോൾ എന്നെ ഒന്ന് വന്ന് കാണും. ഇത്രയും പറഞ്ഞിട്ട് യോഗി യാത്ര പോയി. അപ്പോഴാണ് തനിക്ക് പറ്റിയ പിഴവ് എന്താണെന്ന് അയാൾക്ക് പിടികിട്ടിയത്. ജനങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കാതെ തനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ്സുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ടാണ് തൻ്റെ ശ്രമങ്ങളൊക്കെ പരാജയമായത്. അതിനാൽ ഇനി യോഗി പറഞ്ഞ വഴി തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം അയാൾ തീരുമാനിച്ചു. അധികം വൈകാതെ അയാൾ സ്വന്തം നാട്ടിൽ ഒരു പച്ചക്കറി കട തുടങ്ങി. ചുറ്റിലുമുള്ള ഗ്രാമങ്ങളിലെ പച്ചക്കറി കർഷകരിൽ നിന്നും വിളവുകൾ നേരിട്ട് വാങ്ങിക്കൊണ്ടുവന്ന് തൻ്റെ കടയിൽ വെച്ച് വിൽക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ അയാളുടെ കച്ചവടം കൂടി വന്നു. ഓരോ ദിവസവും അയാളുടെ വിൽപ്പനയും ലാഭവും വർദ്ധിച്ചു വന്നു. സ്ഥിരമായി അയാളിൽ നിന്ന് മാത്രം പച്ചക്കറി വാങ്ങുന്നവരുടെ എണ്ണവും പെരുകി. യോഗിയുടെ വാക്കുകൾ സത്യമായി തീർന്നതിൽ സന്തോഷിച്ച അയാൾ അദ്ദേഹത്തിന് മനസാ നന്ദി പറഞ്ഞു. ഇതിനിടെ അയാളുടെ കച്ചവടത്തെയും അതിൽ നിന്നുള്ള വരുമാനത്തെയും കുറിച്ച് കേട്ടറിഞ്ഞ ആ നാട്ടിലെ ധനാഢ്യനായ ഒരാൾ ഈ കടയുടെ നേരെ എതിർവശത്തായി ഒഴിഞ്ഞു കിടന്നിരുന്ന കുറേ ഭൂമി വിലയ്ക്ക് വാങ്ങി. അവിടെ വളരെ വലിയ രീതിയിൽ ഒരു കെട്ടിടവും പണിയാൻ തുടങ്ങി. ഇത് കണ്ട അയാൾ ആളുകളോട് എന്തിനു വേണ്ടിയാണ് അവിടെ കെട്ടിടം പണി നടക്കുന്നത് എന്ന് തിരക്കി. അവിടെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് വരാൻ പോകുന്നതായും പച്ചക്കറികളടക്കം എല്ലാ സാധനങ്ങളും അവിടെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ പോകുന്നതായും അയാൾ അവരിൽ നിന്ന് മനസ്സിലാക്കി. ഇതോടെ അയാൾക്ക് മനസ്സമാധാനം നഷ്ടപ്പെട്ടു. ഇത്രയും കാലം പല പല ബിസിനസ്സുകൾ ചെയ്തു നോക്കി ഒന്നും ഫലം കാണാതെ ഇപ്പോഴാണ് ജീവിതത്തിന് അല്പം വെളിച്ചം കിട്ടിത്തുടങ്ങിയത്. കഷ്ടപ്പാടുകളൊക്കെ തീർന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പരീക്ഷണമോ? ദൈവമേ! ഈ സമയത്ത് തൻ്റെ കടയുടെ നേരെ എതിർവശത്ത് ഇത്രയും ബ്രഹ്മാണ്ഡമായ ഒരു സൂപ്പർ മാർക്കറ്റ് വന്നാൽ സ്വാഭാവികമായും ആളുകൾ അവിടെ പോയി സാധനങ്ങൾ വാങ്ങിക്കാനേ താല്പര്യപ്പെടുകയുള്ളൂ. പിന്നെ ആരും ഈ വഴി തിരിഞ്ഞു നോക്കുക പോലുമില്ല. എല്ലാം തീർന്നല്ലോ ദൈവമേ! അയാൾ തലയ്ക്ക് കൈവച്ചിരുന്നു പോയി. അപ്പോഴാണ് ആ യോഗി തൻ്റെ ദേശാടനമെല്ലാം കഴിഞ്ഞ് ആ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയ വിവരം അയാളുടെ കാതിലെത്തിയത്. ഉടനെ അയാൾ അദ്ദേഹത്തെ ചെന്ന് കണ്ട് തൻ്റെ സങ്കടം പറഞ്ഞു. ഗുരുവേ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അയാൾ ചോദിച്ചു. നീ ഇനി ഒന്നും ചെയ്യേണ്ട. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. ദിവസവും രാവിലെ കട തുറക്കുന്ന നേരത്ത് ദൈവമേ, ഇന്ന് എൻ്റെ കടയിൽ നല്ല കച്ചവടം ഉണ്ടാകണമേ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്ക്. അത് കഴിഞ്ഞ് നേരെ പുറം തിരിഞ്ഞു നിന്ന് മറ്റേ കടയിലും നല്ല കച്ചവടം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കൂ. എല്ലാം ശരിയാകും. സ്വാമി, അങ്ങ് എന്താണ് ഈ പറയുന്നത്? അയാൾ ചോദിച്ചു. അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ എതിരാളിക്ക് കൂടുതൽ കച്ചവടം ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണമെന്നാണോ? അതെ, യോഗി പറഞ്ഞു. നീ അയാൾക്ക് വേണ്ടി നടത്തുന്ന ഓരോ പ്രാർത്ഥനയും 10 ഇരട്ടിയായി നിന്നിലേക്ക് തന്നെ തിരിച്ചു വരും. അതുപോലെ നീ അയാൾക്ക് ദ്രോഹം വിചാരിച്ചാൽ അതും പൂർവാധികം ശക്തിയോടുകൂടി നിന്നിലേക്ക് തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് നീ അയാൾക്ക് നന്മയുണ്ടാകുമെന്നതിനായിട്ട് പ്രാർത്ഥിക്കൂ. ഒന്ന് നിർത്തിയ ശേഷം യോഗി തുടർന്നു. അതുപോലെ അയാളെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഒരിക്കലും ശത്രുതയോടുകൂടി പെരുമാറരുത്. അയാളെ ഒരു എതിരാളിയായി കാണാനും പാടില്ല. മറിച്ച് അയാളെ ഒരു സുഹൃത്തായോ അഭ്യുദയകാംക്ഷിയായോ കാണാൻ ശ്രമിക്കൂ. എപ്പോഴും അയാളെ നോക്കി പുഞ്ചിരിക്കുക. ഇവ രണ്ടും നീ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയല്ല, ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. എല്ലാം ശരിയാകും. ആ യോഗി വര്യനിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും വളരെയേറെ വിശ്വാസമുണ്ടായിരുന്ന അയാൾ അന്നു മുതൽ എല്ലാ ദിവസവും രാവിലെ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റേയാൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുപോലെ അയാളെ കാണുമ്പോഴൊക്കെ പുഞ്ചിരിക്കാനും തുടങ്ങി. ഇതിൻ്റെ ഫലമായി അവർ ഇരുവർക്കുമിടയിൽ ഒരു പുതിയ സൗഹൃദം മുളപൊട്ടി. പതുക്കെ അത് വളർന്നു. ഒരു ദിവസം സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമ തൻ്റെ സ്ഥാപനത്തിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ കർഷകരിൽ നിന്നും വാങ്ങി വിതരണം ചെയ്യാനുള്ള അവകാശം അയാൾക്ക് നൽകി. അയാളത് വളരെ സന്തോഷത്തോടുകൂടി സത്യസന്ധതയോടുകൂടി ചെയ്തു കൊടുത്തു. അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റ് വളരുന്നതിനോടൊപ്പം തന്നെ
അയാളുടെ പച്ചക്കറിക്കടയും വളർന്നു വന്നു. അയാളുടെ സമ്പത്ത് വളരുന്നതിനോടൊപ്പം തന്നെ സൂപ്പർ മാർക്കറ്റ് ഉടമയ്ക്ക് അയാളോടുള്ള സ്നേഹവും വിശ്വാസവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. അധികം വൈകാതെ അയാൾ ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ വെജിറ്റബിൾ സപ്ലയറായി മാറി. നമ്മുടെ അതേ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ഒരു എതിരാളിയായി കാണുന്നതിന് പകരം ഇരുവർക്കും ഒരുമിച്ച് വളരാനുള്ള സാഹചര്യവും സൗഹൃദമായ അന്തരീക്ഷവും വളർത്തിയെടുക്കുക. അയാളെ വെറുക്കുകയോ അയാളെക്കുറിച്ചും അയാളുടെ സ്ഥാപനത്തെക്കുറിച്ചുമുള്ള ദുഷ്പ്രചരണങ്ങളൊക്കെ നടത്തി അയാളെ തകർക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. പകരം ചേർത്ത് പിടിക്കുക, സ്നേഹം കൊണ്ട് കീഴടക്കുക. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നൽകുന്തോറും വളർന്നു വരുന്ന ഒന്നാണ് സ്നേഹം. ആദിപരാശക്തിയായ മഹാദേവി സ്നേഹസ്വരൂപിണിയാണ്. ലളിതാ സഹസ്രനാമം ജപിക്കുന്നവർക്ക് ഒരിക്കലും ശത്രുതാഭാവം ഉണ്ടാവുകയില്ല. ലളിതാ സഹസ്രനാമത്തിലെ 66-ാമത്തെ നാമമന്ത്രമായി വശിന്യാദി വാഗ്ദേവതകൾ നമുക്ക് പറഞ്ഞു തരുന്ന നാമമാണ് സമ്പത്കരീ സമാരൂഢ സിന്ധുരവ്രജസേവിത എന്നത്. സമ്പൽക്കരി എന്ന ദേവിയാൽ നിയന്ത്രിക്കപ്പെടുന്ന, ആനപ്പടയാൽ സേവിക്കപ്പെടുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. ലളിതാ പരമേശാന്യ അങ്കുശാസ്ത്രാൽ സമുദ്ഗത സമ്പൽക്കരീ നാമദേവി ചപാല സഹശക്തിഭി. ലളിതോപാഖ്യാനത്തിൽ സമ്പത്കരി ദേവിയുടെ ഉത്പത്തി ഇപ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്. അമ്മയുടെ 4 തൃക്കൈകളിൽ ഉള്ള ആയുധങ്ങളിൽ ഒന്ന് ക്രോധത്തിൻ്റെ രൂപമുള്ള അങ്കുശമാണ്. ആ അങ്കുശം എന്ന ആയുധത്തിൽ നിന്നുമാണ് സമ്പത്കരി ദേവി പൂജാതയായത്. അനേക കോടി മാതംഗ തുരംഗരഥപത്തിഭി സേവിതാ തരുണാദിത്യപാടലാ സമ്പദീശ്വരി മത്തമുദ്ദണ്ഡ സംഗ്രാമരസികം ശൈലസന്നിഭം രണകോലാഹലം നാമ സാരോരുഹമതം ഗജം താമന്വഗായയൗ സേന മഹദീ ഘോരരാവിണി ലോലാഭി കേതുമാലാഭിരുല്ലിഖന്തി ഘനാഘനാൻ തസ്യാശ്ച സമ്പന്നാഥായ പീനസ്തനസുസങ്കട കങ്കടോ ഘനസന്നാഹോരുരുചേ വക്ഷസി സ്ഥിത കമ്പമാനാ ഖഡ്ഗലതാ വ്യാരുചത്തത്കരേ ധൃതാ കുടില കാലനാഥസ്യ ഭ്രൂകുടീവ ഭയങ്കര ഉത്പാദവാദസമ്പാദജാലിതാ ഇവ പർവ്വത താമന്വഗായയു കോടിസംഖ്യാത കുഞ്ചരോത്തമാ. ലളിതോപാഖ്യാനത്തിലെ 11-ാമത്തെ അധ്യായത്തിൽ 8 മുതൽ 13 വരെയുള്ള ശ്ലോകഭാഗമാണ് ഇത്. അർത്ഥം: അനേക കോടി ആനകൾ, കുതിരകൾ, രഥങ്ങൾ, കാലാൾ എന്നിവയായി സേവിതയും ഉദിച്ചുയരുന്ന സൂര്യനെപ്പോലെ അരുണവർണ്ണയുമായ സമ്പത്കരി ദേവി മതം പൊട്ടിയതും ഭയങ്കരമായ യുദ്ധത്തിൽ രസിക്കുന്നവളും പർവ്വതതുല്യം വലിപ്പമുള്ളതുമായ രണകോലാഹലൻ എന്ന ആന പുറത്തു കയറിയിരുന്നു. അമ്മയുടെ പിന്നിൽ ഘോരമായി ശബ്ദിക്കുന്നതും ചലിക്കുന്ന കൊടിക്കൂറകൾ കൊണ്ട് മേഘങ്ങളെ ഉരസുന്നതുപോലെ തോന്നിക്കുന്നതുമായ സൈന്യമുണ്ടായിരുന്നു. സമ്പത്തുകൾക്കെല്ലാം അധീശ്വരിയായ ആ ദേവിയുടെ മാറിൽ തടിച്ചുയർന്ന സ്തനങ്ങളെക്കൊണ്ട് ഞെരുങ്ങിയതും ഇടതൂർന്നതുമായ പടച്ചട്ട ശോഭിച്ചു. കാലൻ്റെ ഭൃഗടി എന്നതുപോലെ ഭയങ്കരമായ ഖഡ്ഗം അമ്മയുടെ കയ്യിൽ ശോഭിച്ചു. ആ ദേവിയുടെ പിന്നാലെ ഉത്പാദക്കൊടുങ്കാറ്റടിച്ചു. പുഴങ്ങി മറിഞ്ഞ മലകളോ എന്ന് തോന്നും വണ്ണമുള്ള കോടിക്കണക്കിന് മഹാഗജങ്ങൾ ഉണ്ടായിരുന്നു. സമ്പത്കരി ദേവിയുടെ സേനയിൽ അശ്വരഥ പദാതികൾ ഉള്ളതായി പറയുന്നു എങ്കിലും ആനപ്പടയ്ക്കാണ് പ്രാമുഖ്യം. സമാരൂഢങ്ങളായ സിന്ധുരവ്രജങ്ങളെക്കൊണ്ട് ലളിതാദേവിയെ സമ്പത്കരി ദേവി സേവിക്കുന്നു.
സമാരൂഢ എന്ന പദം കൊണ്ട് ആനയെ നിയന്ത്രിക്കുന്ന ദേവിമാർ ആനപ്പുറത്ത് ഉണ്ട് എന്ന് സൂചനയും നൽകുന്നു. സമ്പത്കരി എന്നത് സുഖലാലസമായ ചിത്തവൃത്തിയെ കുറിക്കുന്നു എന്നും ഒരു വ്യാഖ്യാനമുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ സമാരൂഢ സിന്ധുരവ്രതം എന്ന് പറഞ്ഞാൽ ശബ്ദസ്പർശരസാദികളായ വിഷയസമൂഹങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അവ കൊണ്ട് സേവിക്കപ്പെടുന്നവൾ സമ്പത്കരീ ദേവി ക്രോധരൂപമായ അങ്കുശത്തിൽ നിന്ന് ഉണ്ടായവളാണല്ലോ. ക്രോധാദി വികാരങ്ങളിൽ അധിഷ്ഠിതമാണ് സമ്പത്ത്. സമ്പത്തിൻ്റെ പ്രയോജനം സുഖലോലുപതയാണ്. ആ സുഖം ശബ്ദസ്പർശരസാദികളായ ഇന്ദ്രിയ വിഷയങ്ങളിൽ ഒതുങ്ങും. ഇവയ്ക്കൊക്കെ നാഥയായ സമ്പത്കരീ ദേവി വിഷയങ്ങളെ സൂചിപ്പിക്കുന്നതായ ഗജങ്ങളോടുകൂടി ലളിതാപരമേശ്വരീ ദേവിയെ ആശ്രയിച്ച് കഴിയുന്നു. ലളിതാപരമേശ്വരീ ദേവിയുടെ കാരുണ്യമുണ്ടാകുന്നതോടുകൂടി സമ്പത്കരീ ദേവി സ്വാധീനിയാകുന്നു. വിഷയസുഖങ്ങളുമായുള്ള ബന്ധം അതോടുകൂടി ഇല്ലാതെയാകും. മോക്ഷം ലഭിക്കും. അമ്മയുടെ ഭക്തന് ഭൗതികമായ ഐശ്വര്യാദികൾ വേണമെങ്കിൽ അമ്മയുടെ പ്രസാദത്തോടുകൂടി ദേവിയുടെ അനുചരയായ സമ്പത്കരീ ദേവിയുടെ പ്രസാദം സ്വാഭാവികമായിട്ട് സിദ്ധിക്കുകയും ആഗ്രഹം സാധ്യമാവുകയും ചെയ്യും. ഓം സമ്പത്കരീ സമാരൂഢ സിന്ധുരൗരജസേവിതായൈ നമഃ. ഓം ഓം ഹ്രീം സമ്പത്കരീ സമാരൂഢ സിന്ധുരൗരജസേവിതായൈ നമഃ. ശ്രീ മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുവാനും ഉത്തമമാണ് ഈ മന്ത്രം. ആനകളാൽ അഭിഷേകം ചെയ്യപ്പെടുന്ന മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം 21 പ്രാവശ്യം ജപിക്കുക. സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും ഇതുകൊണ്ട് മാറിക്കിട്ടുന്നതാണ്. ദാരിദ്ര്യത്തിൽ നിന്നുള്ള മോചനത്തിനും അത്യാർത്തി ഉണ്ടാകാതിരിക്കുന്നതിനും ഈ മന്ത്രം നല്ലതാണ്. ധനം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒന്നും തന്നെ ബാധിക്കാതിരിക്കുമെന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത. ധനധാന്യ സമൃദ്ധിയും അതിൻ്റെ സംരക്ഷണവും ഈ മന്ത്രത്തിലൂടെ സാധ്യമാകും. അതായത് നമ്മുടെ ധനം അന്യാധീനപ്പെട്ടു പോവുകയില്ല. മോഷണം പോലുള്ള കാര്യങ്ങൾക്ക് വിധേയമാകാതെയും അനാവശ്യ ചിലവുകൾ കൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് ഈ മന്ത്രം വളരെ ഉത്തമമാണ്. ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിൽ ഈ മന്ത്രം ജപിക്കാം. ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ഏറ്റവും പ്രയോജനപ്രദമാണ് ഈ മന്ത്രം. ദിവസവും തങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഒരു ദീപം അമ്മയെ സങ്കൽപ്പിച്ച് ഈ മന്ത്രം 3 പ്രാവശ്യം ജപിച്ചുകൊണ്ട് ദീപം തെളിച്ചു വയ്ക്കുക. എത്രമാത്രം പരിതാപകരമായ അവസ്ഥയിലാണെങ്കിലും ആ കച്ചവട സ്ഥാപനം തീർച്ചയായിട്ടും ഉയർന്നു വരും. ജഗദീശ്വരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലളിതാംബിക പരമേശ്വരി ദേവിയുടെ തൃപ്പാദപത്മങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.